ശോഭ സുരേന്ദ്രൻ ആത്മാഭിമാനമുള്ള ഓരോ മലയാളിയുടെയും പ്രതിനിധി. അധിക്ഷേപിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ മറുപടി കൊടുക്കുന്ന ആർജവം കൈമുതലായുള്ള സ്ത്രീ. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. പട്ടിണി എന്താണെന്നും കഠിനാധ്വാനം എന്താണെന്നും ഒരു മനുഷ്യന്റെ വേദന എന്താണ് എന്നും തിരിച്ചറിഞ്ഞ സ്ത്രീ. പാലക്കാട് കാത്തിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി ശോഭ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിച്ച 6 മണ്ഡലങ്ങളും കടന്ന് പാലക്കാട്ടേക്ക് ശോഭ എത്തുമ്പോൾ പാലക്കാട്ടുകാരുടെ സന്തോഷത്തിന് വാനോളമാണ് ഉയരം. ശോഭ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്കായി പാലക്കാട് നരേന്ദ്രമോദി ഇന്നെത്തുമ്പോൾ അത് ശോഭയിൽ പാർട്ടി അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ മറ്റൊരു തിളക്കമാവുകയാണ്. ശോഭ സുരേന്ദ്രൻ പാർട്ടിയിൽ വെറും ഒരു പ്രവർത്തകയല്ല, ചൂട് പകരുന്ന കാരിരുമ്പിന്റെ കരുത്തൊപ്പം നിലപാടുള്ള ഒരു സ്ത്രീയാണ്. അമിത്ഷാ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച ശോഭ സുരേന്ദ്രൻ പാർട്ടിയുടെ ഉജ്ജ്വല പോരാളി തന്നെയാണ്. അമിത്ഷായുടെ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള ശോഭ സുരേന്ദ്രൻ അമിത്ഷായുടെ കുടുംബം കേരളത്തിൽ വരുമ്പോൾ അവരുടെ വലം കൈയാണ്. വെറും നിസ്സാരക്കാരായവർക്ക് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പ്രീതിക്ക് പാത്രമാകാനാവുമോ? ഇനിയിപ്പോൾ അതൊരു BJPക്കാരനായാൽ പോലും ആ സത്യത്തിനു മുന്നിൽ ശോഭ സുരേന്ദ്രന്റെ മൂല്യം വ്യക്തമാവുകയാണ്. ആ വാക്കുകളിൽ അഗ്നിയുണ്ട്. കഷ്ടപ്പാടുകളിൽ പൊരുതി ജീവിച്ച തീയായ സ്ത്രീകളുടെ പ്രതീകമാണ് ശോഭ സുരേന്ദ്രൻ. അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീ, അവർക്ക് വീടില്ലാത്തതിന്റെ വേദന അറിയാം. പട്ടിണി അറിഞ്ഞു വളർന്ന ഒരു സ്ത്രീ, അവർക്ക് വിശപ്പിന്റെ വേദന അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ആൾ എന്ന പ്ലസ് പോയിന്റും വാക്കു പറഞ്ഞാൽ പറ്റിക്കില്ല എന്ന ഉറപ്പും വോട്ടർമാർ തിരിച്ചറിഞ്ഞ് തനിക്ക് വോട്ട് നൽകുമെന്ന വിശ്വാസം ശോഭ സുരേന്ദ്രനുണ്ട്. ആര് കുറ്റം ചെയ്താലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീയാണ് ശോഭ എന്ന് വോട്ടർമാർക്കറിയാം. അവരുടെ ഓരോ വോട്ടും നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ് എന്ന ഉത്തമ ബോധ്യം ശോഭ സുരേന്ദ്രനുണ്ട്. 2016 പാലക്കാട് ശോഭ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 2021 E ശ്രീധരനിലൂടെ BJP 2ാം സ്ഥാനം നിലനിർത്തി. പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ P. സ്മിതേഷിനാണ് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത ശോഭ സുരേന്ദ്രൻ വിജയിക്കേണ്ടത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശോഭ സുരേന്ദ്രന് മാത്രമേ സാധിക്കൂ എന്ന് ഇവിടുത്തെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീകൾ വിശ്വസിക്കുന്നു. ശോഭ സുരേന്ദ്രന്റെ ഒരു വരവ് പോലും മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഭാവമാണ് ശോഭ സുരേന്ദ്രൻ്റേത്. പ്രചാരണ വേദിയിൽ ഒന്ന് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകാം. ആടയാഭരണങ്ങളില്ലാതെ തികച്ചും സാധാരണക്കാരിയായ മേക്കപ്പ് ഒന്നുമില്ലാതെ നിൽക്കുന്ന ശോഭ. സ്ത്രീ പുരുഷ ഭേദമന്യേ വോട്ടർമാർ ശോഭയെ സ്വീകരിക്കുന്നതിന് പിന്നിലും അവരുടെ ലാളിത്യമാണ്. എന്താണ് ശരിയെന്ന് ആരുടെ മുഖത്തു നോക്കി പറയാനും അവർക്ക് ധൈര്യം ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പാലക്കാടുള്ള സ്ത്രീകൾ ശോഭയിൽ വലിയൊരു പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. മോദിയുടെ വരവോടെ പാലക്കാട് ഒന്നടങ്കം ശോഭയ്ക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് തർക്കമില്ലാത്ത വിഷയം. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം 2 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ശോഭ സുരേന്ദ്രൻ പാലക്കാട് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ. സിനിമാ താരം രമേശ് പിഷാരടിയാണ് എങ്കിലും രാഷ്ട്രീയത്തിലെ ബിഗ് സ്റ്റാർ താനാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ശോഭ തന്റെ ഓരോ ദിവസത്തെയും പ്രചരണത്തിലൂടെ പാലക്കാട് കാഴ്ചവെക്കുന്നത്. സംഘടനാ മികവും രാഷ്ട്രീയ അനുഭവ സമ്പത്തുമാണ് ശോഭയ്ക്ക് അനുകൂലമാകുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയെ 2ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത് 2016 ശോഭ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് എന്നതും ഓർക്കണം. ആ കുതിപ്പാണ് ഇപ്പോഴത്തെ അനുകൂല സാഹചര്യത്തിൽ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പാലക്കാട്ടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അതിജീവിക്കാനും ശോഭയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശോഭ സുരേന്ദ്രനെ പോലൊരു വ്യക്തി നിയമസഭയിൽ വന്നാൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. കാരണം അവർ വെറും ഒരു വനിതാ നേതാവല്ല. കേരളത്തിലെ ആകെയുള്ള വനിതാ നേതാക്കളിൽ വലിയ ഒരു ക്രൗഡ് പുള്ളറാണ് ശോഭ സുരേന്ദ്രൻ. മറ്റു പാർട്ടികളിലും വനിതാ നേതാക്കൾ ഏറെ ഉണ്ട് എങ്കിലും അവർക്കാർക്കുമില്ലാത്ത ഒരു സ്വീകാര്യത ഏത് സമയത്തും ശോഭ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിലുണ്ട്. ജനം ചേർത്തു പിടിക്കും. അത് തന്നെയാണ് ഇന്ന് രാവിലെ പിരാരിയിൽ ശോഭ സുരേന്ദ്രൻ ഒരു ക്ഷേത്രത്തിൽ വന്നപ്പോൾ സംഭവിച്ചത്. ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വന്ന സ്ത്രീകൾ ഒന്നടങ്കം അവരെ കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുകയായിരുന്നു, ചേർത്ത് പിടിക്കുകയായിരുന്നു. അവരുടെ വാക്കുകൾ കേൾക്കാൻ ഈ കേരളം മുഴുവൻ കാതോർക്കുകയാണ്. കഷ്ടപ്പെട്ട് ജീവിച്ച് സ്വന്തം വഴിവെട്ടി വന്ന ശോഭയ്ക്ക് നൽകുന്ന ഒരു വോട്ടും പാഴാകില്ല. അത് പാലക്കാട് മനസ്സിലാക്കണം. മെട്രോമാനെ കൈവിട്ട പോലെ ശോഭയെ കൈവിട്ടാൽ അത് പാലക്കാടിന് വലിയൊരു നഷ്ടമാകും. ശോഭയെ വേണം എന്ന് ആഗ്രഹിച്ച മറ്റു മണ്ഡലങ്ങൾ അവർ തെല്ലൊരസൂയയോടെയാണ് പാലക്കാട്ടുകാരെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ട് ആലോചിച്ച് ഉറപ്പിച്ച് ശോഭ സുരേന്ദ്രന് നൽകുക, സ്വന്തമാക്കുക ഈ തീപ്പൊരു നേതാവിനെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.